പിന്നെ ടച്ചായി വരട്ടെ. ഹലോ ഗായ്സ്. ഹലോ ഗായ്സ്. ഹായ്. ഞാൻ ആഷിഖ്. എൻ്റെ പേര് അക്ഷയ്. അജയൻ. ഞങ്ങളിപ്പോ കറന്റ് ഞങ്ങളിപ്പോ ബൾഗേറിയയിലാണ്. നമ്മളിവിടെ എത്തിയിട്ട് ഒരു 3-4 days ആയി. അപ്പൊ നമ്മള് എന്താ പറയാ, ജോബായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒരു ഏജൻസി ത്രൂ കണക്ട് ചെയ്തിട്ട് ജോബിന് വേണ്ടിയിട്ടാണ് വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അങ്ങനെ വ്ളോഗ് ചെയ്ത് അങ്ങനെ പരിചയമൊന്നുമില്ല. നമ്മള് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഈ വരാതിരിക്കുന്നവർക്കും അല്ലേ ഇൻഫർമേഷൻ നമുക്ക് അറിയാവുന്ന അറിവുകൾ നമ്മൾ പറഞ്ഞു തരും, അത്രേ ഉള്ളു അല്ലേ. ഇതിപ്പോ ഞങ്ങള് എവിടെയാ, സോഫിയ യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ കറക്കി കാണിച്ചു തരാം. ഈഗിൾ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ടൗണിൽ നിൽക്കുവാണ്. നമ്മളിപ്പോ ഒരു സിറ്റി നിൽക്കുവാണ്. ഇപ്പൊ സിറ്റി അല്ല, ടൗൺ അല്ലേ? അതെ, സോഫിയ അല്ല, ഈഗിൾ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ടൗണിൽ നിൽക്കുക. നമ്മളിപ്പോ നമ്മളെ ഫ്രണ്ടിന് വേണ്ടി ഇപ്പൊ നമ്മള് വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുവാണ്. ഇപ്പം പുള്ളി ഞങ്ങളുടെ ഇവിടുത്തെ ഗൈഡൻസ് ഒക്കെ തരുന്ന പുള്ളിയാണ്. പേര് ബിലാല്. ഇവിടെ ആലപ്പുഴയല്ലേ? ആലപ്പുഴയുള്ള. അപ്പൊ പുള്ളി ഇങ്ങോട്ട് വരാനായിട്ട് നമ്മളിപ്പോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മള് ചുമ്മാ ഒരു ഔട്ടിങ്ങിനെന്നുള്ള ഒരു ഇതിൽ ഇറങ്ങിയത് ഇപ്പൊ അല്ലേ. പിന്നെ കാണിച്ചോളൂ, പട്ടിക്കുട്ടിയെ കാണിച്ചോളൂ, കാണട്ടെ. ഡാഷ് ഉണ്ടല്ലേ, ഡാഷും ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ? അതെ, ഈ ടൗൺ അത്യാവശ്യം കുഴപ്പമില്ല. നമ്മളെ സ്റ്റേയിലോട്ട് ഇത്തിരി ശോകമാണ് അല്ലേ. ഞങ്ങള് നിൽക്കുന്ന സ്ഥലം ഒബല്യ എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയാ, അത് ഭയങ്കര ഒരു ഡൽഹി ഒക്കെ പോലെ ഇരിക്കുമല്ലോ. ഇനി ഇവിടെ ഇപ്പോ കറന്റ് ഈസി ആയിട്ട് എൻട്രി അടിക്കാൻ പറ്റിയൊരു കൺട്രി യൂറോപ്യൻ കൺട്രി. ജോബിന് വർക്ക് വിസയില് വരാൻ നല്ലൊരു സ്റ്റാർട്ടിങ് അല്ലേ. അതെന്താന്ന് വെച്ചാല് ഇതിപ്പോ ഷെങ്കൻ കൺട്രി ആയിട്ട് 2024 തോന്നുന്നു, ഈ വർഷം ഷെങ്കൻ ആയത് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോഴും ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ ഏജൻസിയൊക്കെ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആര് വെച്ചാലും 100% അല്ലേ അടിക്കുന്നുണ്ട്, 100% അടിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സാലറി ഭയങ്കര കുറവാണ് കമ്പാരിറ്റീവ്ലി ബാക്കി യൂറോപ്യൻ. നാട്ടിൽ എത്ര INR എത്ര വരും? 49 മാറി മാറി. ട്രെയിൻ എപ്പോൾ നമ്മളെ മെട്രോ എപ്പോൾ വരും കരുതി നമ്മൾ ഇരിക്കുവാണ് കേട്ടോ. ഞാനും ആഷിക്ക് ഇങ്ങനെ കോഫി തെറ്റിയിരിക്കുകയാണ്. നമ്മളിപ്പം നമുക്കിനിയിപ്പം ജോബ് പറഞ്ഞിട്ടുള്ളത് നാളെ ട്രെയിനിങ് ഉണ്ട്. നാളെ ട്രെയിനിങ്ങിന് പോകണം. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി ഒന്ന് പോവാം പുറത്തോട്ട്. അങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം. ഓ ഗൈസ്, ആണ്ടതാ മെട്രോ കമ്മിങ് വരാറായി. ആണ്ട ഗൈസ്, ബൾഗേറിയയിലെ മെട്രോ. ആണ്ട ഗൈസ്, ഇതാണ് ബൾഗേറിയയിലെ മെട്രോ. ഓക്കെ, വാ. ഇതാണ് ഗൈസ് ഇവിടുത്തെ മെട്രോ. ഓ ഗൈസ്, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പം കറക്റ്റ് സോഫിയ അല്ല, സർദിക്ക് എന്ന് പറയുന്ന ഒരു അല്ലേ, സർദിക്ക് എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ഫ്രണ്ട് ജോയിൻ ആവും. പുള്ളി വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു 4-5 മാസത്തെ. അപ്പോൾ പുള്ളി അവിടുന്ന് റീജോയിൻ ആവും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു വാക്കിംഗ് സ്ട്രീറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ട് നമ്മളൊന്ന് വാക്ക് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ജസ്റ്റ് സ്ഥലമൊക്കെ ഒന്ന് കാണാൻ. പോകും നമ്മൾ പോകുന്ന മെട്രോ. വലിയ സെറ്റപ്പൊന്നുമില്ല ഇല്ലേ, വലിയ സെറ്റപ്പൊന്നുമില്ല അല്ലയോ. പേരിനൊരു ശങ്കൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടുത്തെ മാപ്പ് നോക്കുക നമ്മൾ. ഒരു വകയും മനസ്സിലാവത്തില്ല കേട്ടോ. കുറേ ഉണ്ടാക്കിയ പേരുകൾ അതിനകത്തില്ല. ഒരു വക നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. ആ ട്രെയിനിൽ ആ മെട്രോയിൽ പോവായിരുന്നില്ലയോ തേഞ്ഞ്. ഇനിയിപ്പോൾ ഒറ്റ മൈൻഡ്. ഇനിയിപ്പം അടുത്ത മെട്രോ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് വർക്കിംഗ് ഒന്നും ഇല്ലാണ്ട് യൂറോപ്യൻ കൺട്രി ആണെന്ന് പോലെ അതൊന്നും എക്സൈറ്റർ പോലും വർക്കിംഗ് പോലും ഇല്ല. അത് അങ്ങോട്ട് ഇറങ്ങണ്ടേ? അപ്പൊ എന്താണ് ബ്രോ ഈ പറയുന്നേ? ഇവിടെ പണ്ണൊക്കെ ഏക്കുന്നുണ്ട് കേട്ടോ.
ഒബല്യ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് ഒബല്യ. അത് തന്നെ ഇന്നലെയാണ് പഠിച്ചത്, ഒബല്യ എന്നുള്ള പേര് തന്നെ. ഓ ഗൈസ്, ആണ്ട് നമ്മളാണ്ട് എന്താ സോഫിയ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ആണ്ട് നമ്മൾ എക്സലേറ്റർ കയറാൻ പോകുന്നു. മറ്റേ പുള്ളിയെ വിളിക്കണ്ടേ? ബിലാലിനെ വിളിക്കണ്ടേ? വിളിച്ചാരാ, കോൾ ചെയ്തരാം. നമുക്ക് ഇവിടെ ട്രാവൽ ആണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു കാർഡുണ്ട്. നമുക്കത് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു മന്തിലേക്ക് നമുക്ക് അൺലിമിറ്റഡ് റൈറ്റ്സ്. അതിനിപ്പോൾ അടുത്ത വട്ടം യൂസ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ആ സംഭവം. ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും, ഇല്ലാത്തവർക്കും വരാതിരിക്കുന്നവർക്കും വേണ്ടി കൂടിയാണ് പറയുന്നത്. അല്ലാതെ ഇവിടെ ഉള്ളവർക്ക് നമ്മളിപ്പോൾ വന്നിട്ട് 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ച് നമ്മൾ പറയുന്നത് മനസ്സിലായോ? അപ്പം ഞാനും ഉണ്ട്, ആഷിഖ് ബ്രോ ഉണ്ട്. നമ്മൾ എൻ്റെ കൂടെ ഒരു പ്ലാൻ ചെയ്താണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേജ് തുടങ്ങാം. സംഭവം ഇവിടെ വരാതിരിക്കുന്നവർക്കോ ഇങ്ങോട്ടത്തേക്ക് സ്റ്റഡീസ് നോക്കുന്നവർക്കോ ജോബ് നോക്കുന്നവർക്കോ ഒരു അഡ്വാൻറ്റേജ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തുടങ്ങിയതല്ലേ. അപ്പോൾ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളിപ്പോൾ 3 days ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. ഗ്രീൻ ലൈറ്റ് ഓ ഗൈസ്, ആണ്ട് ഇവിടെ കറക്റ്റ് ഗ്രീൻ ലൈറ്റ് എത്തുമ്പോൾ ഇറങ്ങാവോ അല്ലെങ്കിൽ അടിച്ച് കീറി തരും കേട്ടോ. ഇവിടുത്തെ കോപ്സ് 500 BGNൊക്കെ അടിച്ചു തരുന്നതൊക്കെയാണ് ഈ നമ്മളെ ഫ്രണ്ടായിട്ടുള്ള ബിലാൽ പറഞ്ഞേക്ക്. നമുക്കറിയില്ല. നമ്മൾ പുള്ളി ബിലാൽ അണ്ട ബ്രോ, ഇവിടെ കറക്റ്റ് ലൈനും കാര്യമൊക്കെ ഉണ്ട്. അത് നോക്കി നടന്നില്ലെങ്കിൽ അല്ലേ 500 700 BGNൊക്കെ അടിച്ച് പൂക്കുറ്റി പോലെ പോണേ. പിന്നെ ആണ്ട് ഇത് ഇവിടുത്തെ ഒരു എന്താ പറയാ, ഇത് ഇവിടുത്തെ എന്ത് പാർക്കാൻ പേരെന്നാ? ഓക്കെ, ബസ്. സൺഡേ അതൊരു പുതിയ ഇൻഫോർമേഷൻ നമുക്ക് കേട്ടോ. അത് മാസമായി കൊള്ളാല്ലേ സെറ്റപ്പൊക്കെ. നമ്മളെ അടുത്ത് ഭയങ്കര കോപ്സ് ഇപ്പോണ്ട് ബ്രോ, കിറുക്കന്മാർ ഇപ്പോണ്ട്. ഐസ് താണ്ട നോക്കിയോ, ഇതൊക്കെയാണ് ഇവിടുത്തെ സബ്വേ എന്ന് പറയുന്നത്. അണ്ടർഗ്രൗണ്ട് പാസ്. ഓക്കെ. ഒരെണ്ണക്ക് ഇതാന്ന് തോന്നുന്നു സുഖല്ലേ ഇവിടുത്തെ ഷോപ്പൊക്കെ. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഷോപ്പിലും ബിയറും മദ്യം അല്ലേ. വെള്ളത്തിനൊക്കെ ഫുഡിനൊക്കെ കുറവ് ബിയർ, മദ്യത്തിനും വെള്ളത്തിന്, സിഗരറ്റിനൊക്കെ. അതെ, ശരിയാ. അത് ശരിയാ. ഇവിടെ ഇഷ്ടംപോലെ പടമൊക്കെ ഉണ്ട്. ഇവിടെ ഒത്തിരി പിക്ചേഴ്സ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവരെ ലാംഗ്വേജിലാന്ന്. പക്ഷെ നമുക്ക് വായിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണം. അതാണ് മെയിൻ വിഷയം. ഫുഡിന്റെ അതാണ് മെയിൻ വിഷയം. ഇവിടുത്തെ വിഷയം വെച്ചാൽ അതാ ട്രാൻസ്ലേറ്റ് ചെയ്യണം. നമ്മളാ ഫ്രണ്ടില്ലേ നേരത്തെ പറഞ്ഞ ബിലാൽ, അതുകൊണ്ട് അങ്ങ് പോയി. ഇനിയിപ്പോ നമ്മളാണ്ട ഫസ്റ്റ് അതോ നടന്നിരുന്നു കാണാൻ പറ്റുമോ? അതാ ഇപ്പൊ പുള്ളിക്ക് പിന്നെയും കുറച്ച് അല്ലേ ഇവിടുത്തെ ഇതൊക്കെ അറിയാം. നമുക്ക് അങ്ങോട്ട് പുള്ളിയെ കണ്ടിട്ട് നമുക്ക് പുള്ളിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ വഴികാട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. കാണിച്ചുതരാം പുള്ളിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബിലാലിക്ക ഇത്തിരി നടക്കാരനൊക്കെ ആണേ. പേര് പറ സ്ഥലം ഇത്ര നാണെന്ന് താടിയൊക്കെ അടിച്ച് സുന്ദരനായിട്ട് വന്നു വ്ളോഗ് എടുക്കുന്ന പറഞ്ഞപ്പോ ഏട്ടാ. അയ്യോ സുന്ദര, ഇന്നലെ വരെ താടി ഉണ്ടായിരുന്നല്ലേ റൂമിരുന്നപ്പോ. ഇന്ന് നോക്കിയപ്പോ കുറച്ച് ബിസിയാന്ന്, തിരക്കാന്ന്. ബിലാലൊക്കെ ഒരു ഹായ് കൊടുക്കണേ. ബിലാലിക്ക ഒറ്റ പേര് ബിലാൽ ആലപ്പുഴ. ഇപ്പൊ പുള്ളി അറിഞ്ഞ് നമ്മളെ ഇപ്പൊ എന്താ വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കുക. ഉള്ളു മദ്യക്കുപ്പിയല്ല കേട്ടോ ഇവിടെ. എന്താ ഗൈസ്, ഇതൊക്കെ ഡ്രിങ്കിങ് വാട്ടർ ആണോ ഇത്? അതോ കിളിയൊക്കെ കുടിക്കാനുള്ളത്? എന്ത് ഇത്? ഓക്കെ. ഇത് ഇത്തിരി 10 ആള് കൂടുന്ന സ്ഥലം ഇതൊക്കെ ഉള്ളു കേട്ടോ അല്ലേ. ഇതൊക്കെ സ്ഥല പേരെന്തുവാ? സ്ട്രീറ്റിന് പറയുന്നതാണോ?
നമുക്ക്. പുള്ളി മാപ്പ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് പോണ്ട. ഓക്കെ, നമുക്ക് ഇതാ കറക്റ്റാ. ആണോ? നമുക്ക് ഇതാ നേരെ തന്നെ വിടാം. ഞങ്ങളൊരു 2 ഫോട്ടോ എടുക്കട്ടെ. അതാ ഓ ചിരിയൊക്കെ നോക്കിയേ, അഴക്. എഴുതി വെച്ചേക്കുന്നത് ഇവരെ ഭാഷയാ, ഇവരെ ലാംഗ്വേജ്. ഗൈസാണ്ട് കിണ്ണൊരു അത് ചർച്ചല്ലേ ഇത്, വാക്കിംഗ് സ്ട്രീറ്റ് ഉള്ളത് കേട്ടോ. ഞാൻ അടിപൊളി ചർച്ചല്ലേ ഇത്, ചർച്ച ചർച്ച. മിനിമം $1 കൊടുക്കേണ്ടതാണ്. ഏതാ? നീ ചില്ലറ കൊണ്ട് പോയി ക്രോസ് ചെയ്യാൻ അവിടെ ഒരു പഴഞ്ചൻ ട്രാം വരുന്നത്. പുതിയതുണ്ട് പഴയതുണ്ട് ഗൈസ്. അത് പഴയതാ, പുതിയ അങ്ങോട്ട് പാസ് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഒത്തിരി വേറെ എടുക്കാൻ വരുമ്പോ. പിള്ളേർക്ക് കളിക്കാൻ പാർക്ക്. ഇവിടുത്തെ കൾച്ചറൊക്കെ നൈസാണ് അല്ലേ? കൾച്ചർ ഭയങ്കര ഫാമിലി അതല്ലടേ, ഇവരുടെ സ്വന്തം ഫാമിലി ആയിട്ടൊക്കെ ഭയങ്കര എപ്പോഴും എൻജോയ് ആണ്ട. പള്ളി കൊള്ളാം ഉണ്ടല്ലേ, ഭയങ്കര ആളും അനക്കൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് ഇത്ര സെറ്റപ്പ് ഒന്നുമില്ല. സിറ്റിയാണ്. ആഷിഖ് ബ്രോ സേ സംതിങ്. ഐസ് അതുപോലെ തന്നെ നല്ല നല്ല തണുപ്പുണ്ടെങ്കിൽ നല്ല വെയിലും ഉണ്ട് അതുപോലെ തന്നെ കേട്ടോ. ആണല്ലേ? സ്നോഫാളിന് എത്ര മന്ത് എടുക്കും? ഒരു മാസം മുമ്പ് ഒരു സ്നോഫാൾ ആയിരുന്നു. ആണല്ലയോ? ആ പുള്ളിയുടെ എന്തോ അല്ലേ മുട്ടിന്റെ എത്ര എന്തോ ഉണ്ടായിരുന്നു സ്നോ. എത്ര സെന്റിമീറ്റർ ആണ്? ഒരു 10 സെന്റിമീറ്റർ. ആണല്ലേ? ഒരു ഈ അന്ന് വന്നപ്പോ എത്ര ഉണ്ടായിരുന്നു? 10 സെന്റിമീറ്റർ ഒക്കെ സ്നോ ഉണ്ടായിരുന്നു അല്ലയോ? ഇവിടെ ഇരുന്ന് ഓപ്പൺ, ഇവിടെ ഇരുന്ന് ബിയറടിക്കാം, വെള്ളം അടിക്കാം. ഒരു അല്ലേ അതും. പക്ഷെ അതിന്റെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇവര് ഫാമിലി ആയിട്ടായിരിക്കും അല്ലേ? ഏത് സമയം ഫുൾ ഫാമിലി ആയിട്ടായിരിക്കും എപ്പോഴും ഒരുമിച്ചിരുന്ന്. കൾച്ചർ അടിപൊളിയാ. ആണോ? ബൾഗേറിയല്ല? ബൾഗേറിയല്ലേ റൈസിസം കൂടെ ഇതുവരെ ഫീൽ ആയിട്ടില്ല. ഇല്ല കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഒന്നും നമ്മുടെ ഇല്ല ഇല്ല പ്രശ്നമാണ്. അത് പറ, ഇൻസിഡന്റ് പറ. അത് ഞങ്ങളത് ചോദിച്ചായിരുന്നു ക്ലീൻ ഷൂസ് ഉണ്ടോ, ഇംഗ്ലീഷിൽ ടോക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ഇംഗ്ലീഷ് അറിയില്ല. എന്നിട്ട് അവര് സംസാരിച്ച് നമ്മുടെ ഇംഗ്ലീഷാണ് സംസാരിച്ചത്. ഡു യു ഹാവ് ക്ലീൻ ഷൂസ്? നമ്മൾ അവിടെ കേറാൻ പാടില്ല, ആ ഒരു രീതിയിലാണ് സംസാരിച്ചത്. എത്ര പെർ ഡേ എത്ര പറഞ്ഞ? 500 10 ലെവ 500 അല്ലല്ല ഡെയിലി. ഇത് ഞങ്ങൾ ചോദിച്ചു പാക്കേജ് ഉണ്ടോ, നമ്മൾ ചോദിച്ചു ഗൈസ് പാക്കേജ് ആയിട്ടുണ്ടോ അല്ലേ? പാക്കേജും കാര്യം ഇതാണ് ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ സ്ട്രീറ്റ്. വലിയ സെറ്റപ്പ് ഒന്നും വിചാരിച്ച് ആരും ഇങ്ങോട്ട് നിക്കണ്ട. ആന്ന് കണ്ടല്ലേ, ഇതൊക്കെയാണ് മച്ചാനെ വിലലുക. എടുത്തെടുത്ത് പറയണ്ട. പിന്നെ ലോക്കലൊന്നുമല്ല, നമ്മളെ റൂമൊക്കെ സെറ്റപ്പ് തന്നെ. അത് നമുക്ക് വരും വ്ളോഗിൽ കാണിക്കാം. അതാ സ്ട്രീറ്റും കാണിച്ചേ. പിന്നെ വിലലുക ഫുഡ് വല്ലതും കഴിക്കണം കേട്ടോ. നമ്മളൊന്നും കഴിച്ചിട്ട് രാവിലെ ഞങ്ങൾ ഉണ്ടാക്കിയുണ്ട് പാസ്ത. 1 ഇയർ കഴിയുമ്പോ ഇവിടെ യൂറോ ആകാൻ സാധ്യതയുണ്ട്. ഉണ്ടല്ലേ? ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക കൺട്രി അല്ലേ? സ്റ്റിൽ ഡെവലപ്ഡ് അല്ല ആണോ? ചെറിയ രീതിയിലുള്ള ഡെവലപ്ഡ് ആണ്. ഇതും പഴഞ്ചൻ ഡ്രാമ ബ്രോ. പുതിയ ഡ്രാമ വരുമ്പോ കാണിച്ചു തരാം. ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി വന്നിട്ട് അത് നിങ്ങൾ മ്യൂസിക് ഫെസ്റ്റിവലും ഡാൻസും ഇവിടെ നടക്കും. എവിടാ? ഈ ബിൽഡിങ്ങിലാ? ഈ സ്ട്രീറ്റിൽ ഓപ്പൺ ആയിട്ടാണോ അതോ നമ്മളെ ഇന്ത്യൻസിന്റെ എന്തെങ്കിലും പരിപാടി പ്രോഗ്രാം കാണും? ഇന്ത്യൻസിന്റെ ഇതുവരെ നമ്മുടെ ഇവിടെ ഇന്ത്യൻസ് പൊതുവെ കുറവാണ്. ഓക്കെ. സ്റ്റുഡൻസ് ആണ് കൂടുതൽ. സ്റ്റുഡൻസ് വർക്കേഴ്സ് ജോബിനായിട്ട് വരുന്നവർ കുറവാണ്. ഓ ശരി. അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ലേഡിയാണ് ഡ്രൈവർ. അതിന്റെ എന്തോ വയലറ്റ് എന്തുവാ ലേഡിയാണെന്ന്. മക്ഡൊണാൾഡ്സിൽ കയറി ഫുഡ് അടിച്ചല്ലോ. എന്താ പറയാ, എക്സ്പെൻസ് ആണോ?
ഇവിടെ ഈ സ്ട്രീറ്റ് ഭയങ്കര എക്സ്പെൻസീവ്. എന്നാ നമുക്ക് പുറത്ത് നമ്മള് ഡെവലപ്പിംഗ് ആകുന്ന കൺട്രിയാണ്, അപ്പൊ നമുക്ക് എക്സ്പെൻസീവ് അല്ലാത്തടുത്ത് നമുക്ക് ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. നമ്മുടെ കൂടെ രണ്ടുപേരുടെ അവര് ബിഗ് സർപ്രൈസ് ആണ് അവര് കണ്ടോ ഇവിടത്തെ ഒരു ഫോട്ടോ എടുത്തു കണ്ടോ. നമ്മള് ദൂരെ നോക്കിയപ്പോ കറക്റ്റ് ഇല്ലേ വെള്ളം എന്തെങ്കിലും കിടക്കുന്ന പോലെ നമുക്ക് തോന്നിയത്. പോലെ പോലെ ഗൈസ് താണ്ട് ഇതാണ് പുതിയ ട്രാം ഇവിടുത്തെ ഇല്ലേ റേസ് പുതിയ ടൈപ്പ് ആണ്ട ഇതാണ്. ഇതിനകത്ത് അങ്ങനെ എന്തോടെ പഴയ ട്രാമ്പ് കയറുന്നതാണ് ഏറ്റവും നല്ലത്. എന്താ ജർക്കിങ്ങോ കാര്യമൊന്നുമില്ല. ഓ ശരി ഫൈൻ. കൊള്ളാം. പെർഫ്യൂമും ഡ്രസ്സൊക്കെ ഇഷ്ടംപോലെ സ്റ്റൈലും സാധനങ്ങളുണ്ട് കേട്ടോ എല്ലാത്തിനും. പക്ഷെ ആണ്ട ഇതാണ് പുള്ളി അറിഞ്ഞ കുറച്ചുകൂടെ ഓൾഡ് അല്ലേ. പിന്നെ ഇവരൊക്കെ പോക്ക് നോക്കിയോ കൊച്ചു പിള്ളേർ വരെ വലിക്കുമോ അല്ലേ. ആ പിള്ളേർ വരെ സ്മോക്ക് ചെയ്യുക. എന്തോ കാണാൻ പ്രായം. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഡ്രഗ്സാ പിള്ളേരാ എല്ലാരും ഞങ്ങൾ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. സൂപ്പർ മാർക്കറ്റ് ഇവിടുത്തെ ഇത് യൂറോപ്പ് എല്ലായിടത്തും എന്താണ് അല്ല ഇത് ചീപ്പ്. ചില സമയത്ത് ചീപ്പ് റേറ്റ് കിട്ടും. ഓഫർ അനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഓ ശരി ശരി. ഇഞ്ചിയുടെ റേറ്റ് ഒക്കെ നോക്കും 11 ലെവൽ. 11 ലെവൽ എന്ന് പറയുമ്പോൾ എത്ര 448 എല്ലാം കാണിച്ചു കേട്ടോ. അതൊക്കെ അല്ലേ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം. ബർഗറിന്റെ പാക്കേജ് ഉണ്ട്. മീറ്റും ഒക്കെ ഉണ്ട്. കങ്കാരു മീറ്റ് ഉണ്ട് ഇവിടെ. നല്ലൊരു ടേസ്റ്റാണ് കങ്കാരു. മണ്ണിന് പറയാമോ റെഡ് ബുള്ള് നാട്ടി ഇത്ര 120 രൂപ ഒരെണ്ണത്തിന്. ഇവിടെ 4എണ്ണത്തിന് 7.47. അപ്പം 7 ആകുമ്പോൾ എത്ര 7 റേഞ്ച് 49 ആകുമ്പോൾ എന്തായാലും 400 രൂപ പോലും ഇല്ല 4എണ്ണത്തിന്. 367 രൂപ. 4 ഇത് 140. ഇതാണ് ഇവിടുത്തെ കോടതി ഇവിടുത്തെ സോഫിയല്ല. ഐസ്ക്രീം ഓർമ്മ ഇരിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ ഒരു ഫ്ലാഗും നമ്മളെ ബൾഗേറിയയുടെ അതിൽ കിട്ടാൻ പാടാൻ തോന്നുന്നു. സുമേ നോക്കട്ടെ. ഫ്ലാഗ് ഇരിപ്പുണ്ട്. ബൾഗേറിയ എന്ന കൺട്രി ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. റൊമാനിയൊക്കെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇതാണ്. എന്തൊക്കെ ഇത് നമുക്ക് ഇവിടെ എല്ലായിടത്തും കാണാൻ പറ്റുന്ന സാധനം. എന്തോ പരിപാടി. ഇതിൻ്റെ പേരെന്തോ സ്കേറ്റിംഗ്. ആ സ്കാൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എടുത്തോട്ട് പോകാം. ഗായ്സ് അവിടെ ആരോ ഇരുന്ന് ഓത്ത് വായിക്കുകയാണ്. ഓത്ത് ഇത് അപ്പോൾ ഒരു ഇതാണ് എന്തോ സംഭവങ്ങളല്ല. പിന്നെ പറഞ്ഞു തരാം. ഇത് ഇവരുടെ എന്തോ ഒരു ഇതാണ് മാർച്ച് സംതിങ് ലൈക്ക് ദാറ്റ്. എന്തോ സംഭവം ഒന്നും അറിയത്തില്ല. ഇവിടുത്തെ എന്തോ ഒരു ബിൽഡിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ മിനിസ്റ്റേഴ്സ് ഒക്കെ ഇത് ചെയ്യുന്ന ബിൽഡിംഗ് ആയിരിക്കാം, അറിയില്ല. ഓ ഗൈസ് നമ്മളെ വിശന്ന് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ടർക്കിഷാണ്. പുള്ളിയുടെ മകൻ വന്നിട്ട് ഒരു ബോക്സറാണ്. അത്യാവശ്യം ഫേമസ് ആണെന്ന് തോന്നുന്നു.
207K ഫോളോവേഴ്സ് ഉണ്ട്. പുള്ളി ഇങ്ങോട്ട് വന്ന് കാണിച്ചതാ. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ഫുഡ്. ഒരു ഫുൾ ഷവായ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ എന്തോ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ടൊമാറ്റോ ഫ്രഞ്ച് ഫ്രൈസ്, എന്തോ ഇത് എന്തോ റൊമാലി വെറുതെ റൊട്ടി. പിന്നെ ഇത് വന്നിട്ട് പിക്കിൾഡ്, ഇതൊന്നൊരു പിക്കിൾഡ് എന്തോ പിക്കിൾ വിനാഗിരി ഇട്ട പിക്കിൾ. എന്ത് പിക്കിൾ, എന്ത് ഐറ്റം എന്തോ? കുക്കുംബറാണോ? എങ്ങനെയുണ്ടെന്ന് അക്ഷയുടെ ചോദിക്കാം. അക്ഷയ് എങ്ങനെയുണ്ട്? കൊള്ളാം, പക്ഷെ ഇന്ത്യൻ മസാല ആയിട്ട് എനിക്ക് അറിയത്തില്ല. ഇത് ഇവിടുത്തെ മസാലയും ഇവിടുത്തെ ഒരു ഫ്ലേവറും ടച്ച് മനസ്സിലായോ? ഇത് ഉണ്ടാക്കിയ പുള്ളി ചെറിയക്കാരനാണ്. അതോ ഇവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഈ പുള്ളിയാ. ഇനിയിപ്പോൾ ഉള്ള വീഡിയോ കാണുമെന്ന് അറിയത്തില്ല, കാര്യം ഇതിനകത്ത് ചാർജ് ഇല്ല. ഭയങ്കര ഷോക്കാണ്. ചാർജ് എത്തുണ്ട് 15. അപ്പം ഓക്കെ, മെൻഷൻ ചെയ്യാവേ. ഓക്കെ ബിലാൽ ബ്രോ ഒരു ഹായ് പറ. അപ്പോൾ ഇനി എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ ബൈ. ഓ ശരി, ബൈ. നമുക്കിനി ബാക്കി റൂമിൽ ചെന്നിട്ട് പറയാം. ഓക്കെ.